ഡോക്ടർ ശിവദാസൻ, എന്താണ് ഈ പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച നിയമത്തിൻ്റെ ചട്ടങ്ങൾ ഇപ്പോൾ വിജ്ഞാപനം ചെയ്യപ്പെടുമ്പോൾ രാജ്യത്തുയരുന്ന ചോദ്യങ്ങൾ എന്താണ്, ആശങ്കകൾ എന്താണ്? മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വിഷയം. ഇന്ത്യ എന്നുള്ളത് മതനിരപേക്ഷ രാജ്യമാണ്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷത ആവശ്യമാണ്. മതനിരപേക്ഷതയില്ലാത്ത ജനാധിപത്യം എന്നുള്ളത് കേവലം പ്രസംഗിക്കാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദം മാത്രമായി മാറും. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ജനാധിപത്യവും മതനിരപേക്ഷതയും ചേരുന്നിടത്താണ്. അതാണ് ഇന്ത്യയെ ശക്തമാക്കുന്നത്. ഇവിടെ BJP ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിലുണ്ടായിട്ടുള്ള തിരിച്ചടിയെ മറികടക്കുന്നതിന് വേണ്ടി, പ്രധാന ചർച്ചാ വിഷയത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവർ CAA ചട്ടം പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി അങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അതിനെക്കുറിച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല. ഉത്തർപ്രദേശിൽ ക്ഷേത്രനഗരി ഉണ്ടാക്കാൻ വേണ്ടി 85,000 രൂപ ചെലവഴിച്ചെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അതൊന്നും ഒരു വിഷയമല്ലാതാവുകയും ജനങ്ങൾ തൊഴിലില്ലായ്മയെക്കുറിച്ചും BJPയുടെ മതാന്ധതക്കെതിരായിട്ടുമുള്ള മതവിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങളിൽ വലിയ നിലയിൽ ഭാഗവാക്കാവുകയും കർഷകരും തൊഴിലാളിയും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ സമരം ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ CAA ചട്ടമൊക്കെ രൂപീകരിച്ച് അവർ പെട്ടെന്ന് തന്നെ ഒരു ഉത്തരവിറക്കുന്നതിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുക, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയായി നിൽക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുഖ്യ ചർച്ചാ വിഷയത്തെ മാറ്റിമറിക്കണം. ഡീസലിൻ്റെ വിലവർദ്ധനവോ ഗ്യാസിൻ്റെ വിലവർദ്ധനവിനാൽ ഈ രാജ്യത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചോ ചർച്ച ചെയ്യരുത് എന്നവർ ആഗ്രഹിക്കുന്നു, ചർച്ചയാവരുത് എന്നവർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മതവിദ്വേഷ പ്രചരണത്തെ അവർ മുഖ്യ ചർച്ചാ വിഷയമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ റിപ്പബ്ലിക് ചാനലിൻ്റെ എഡിറ്റർ അർണബ് ഗോസ്വാമിയുടെ ഒരു മെസ്സേജ് നമ്മളാകെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തായിരുന്നു? പുൽവാമയിലെ അക്രമത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവാചക തുല്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ വിവരങ്ങളെല്ലാം കിട്ടിയതെന്ന് ചോദിക്കാൻ രാജ്യത്തെ ഗവൺമെൻറ് തയ്യാറായില്ല. അദ്ദേഹത്തെ വിളിപ്പിക്കാൻ, ചോദ്യം ചെയ്യാൻ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറായിട്ടില്ല. അവരുടെ അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല. ഇവിടെ കാണുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് കലാപുണ്ടാക്കുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് യുദ്ധമുണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് മതവിദ്വേഷ പ്രചരണം നടത്തുക, രാജ്യത്ത് കലാപുണ്ടാക്കുക, എന്നിട്ട് നിത്യ ജനജീവിത പ്രശ്നത്തെക്കുറിച്ച് ആളുകളെ നിശബ്ദരാക്കി മാറ്റുക, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. അതിന്റെ അതായത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഈ വിഷയത്തിൽ തർക്കിക്കണം, അതിൻ്റെ പേരിൽ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാകണം, എവിടെയും ഈ പേരിൽ, ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ ഉള്ള സമരങ്ങൾ നടക്കണം, അത് വെച്ച് വോട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കണം. BJP ആഗ്രഹിക്കുന്നത് അതാണ്. ഇതാണോ CPIM ഇപ്പോൾ കാണുന്നത്? BJP കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രൽ ബോണ്ടിൽ 6,600 കോടിയിലധികം രൂപ അവർ കോർപ്പറേറ്റുകളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടായിട്ട് വാങ്ങിയിട്ടുണ്ട്. അത് അവർക്കുണ്ടാക്കുന്ന ഈ വലിയ കുംഭകോണാണല്ലോ, അതിനെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യരുത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് SBIക്ക് കിട്ടിയിട്ടുള്ള ശകാര വർഷം ഉണ്ടല്ലോ, അതിന് കാരണക്കാർ ഇവർ തന്നെയാണല്ലോ. ജനങ്ങളത് ചർച്ച ചെയ്യുകയാണ്. തൊഴിലില്ലായ്മ അതിഭീകരമായി നിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത നിലയിലുള്ള തൊഴിലില്ലായ്മ. BSNL 2017 ശേഷം ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല. ഞാൻ സ്ഥാപനങ്ങളിലേക്ക് പോവുകയല്ല. വിലവർദ്ധനവ് അത് രാജ്യത്താകെ വലിയ നിലയിൽ ജനങ്ങളെ ബാധിക്കുകയാണ്. ഇന്ത്യയിൽ വിലവർദ്ധനവിൻ്റെ ശതമാനം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് കേരളത്തിലാണ് എന്ന് രാജ്യത്തെ സാമ്പത്തിക റിപ്പോർട്ടുകളിൽ വിവിധ മാഗസിനുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വിലവർദ്ധനവിൻ്റെ പ്രതിസന്ധിയിലേക്ക് ജനങ്ങളെ എടുത്തെറിഞ്ഞിട്ടുള്ള ഒരു സർക്കാർ, ഇതൊക്കെ കാരണം BJP ചർച്ചയെ വഴിതിരിച്ചു വിടണം എന്ന് ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ CAA, NRC തുടങ്ങിയ വിഷയങ്ങൾ മുഖ്യ ചർച്ചാ വിഷയമാവണം. ക്ഷേത്രത്തെക്കുറിച്ച്, പള്ളി പൊളിക്കേണ്ടതിനെക്കുറിച്ചൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ മുഖ്യമായി കൊണ്ടുവരണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ CPIM എന്താണ് ചെയ്യുന്നത്? ഇക്കാര്യത്തിൽ CPIM ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യയിൽ എന്നുള്ളത്, അത് കേരളത്തിലെ സർക്കാരാണ്. കേരളത്തിലെ സർക്കാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി എന്താണ്
CPM-ൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒക്കെ നിലപാട്? CAA കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആസാമിൽ നേരത്തെ NRC നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ തയ്യാറാക്കിയപ്പോൾ അതിൽ 38 ലക്ഷം ആളുകൾ, അവിടുത്തെ 38 ലക്ഷം പൗരന്മാർ, ഇന്ത്യൻ പൗരന്മാർ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാണ് കണക്ക്. അതിൽ 28 ലക്ഷം ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളായിരുന്നു, 10 ലക്ഷത്തോളം മുസ്ലിങ്ങൾ. BJP RSSൻ്റെ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന ആളുകളൊക്കെ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തവരാക്കി മാറ്റി തീർക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇതിനകത്ത് തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് പൗരത്വം നൽകാമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പൗരത്വത്തെ അടിസ്ഥാനം മതമാക്കി തീർക്കുകയാണ്. അങ്ങനെ മതമാക്കി തീർക്കുമുണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടനാ സങ്കല്പത്തിന് എതിരാണത്. ഇവിടെ എന്താണ്, മതം മാത്രമല്ല പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണം, മതത്തിനപ്പുറത്ത് പല കാരണങ്ങളാൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഇടയിൽ തന്നെ ഭരണപക്ഷത്തിൻ്റെ എതിർപക്ഷത്തുള്ള മേധാവിത്വമുള്ള മതവിഭാഗത്തിന് എതിർഭാഗത്തുള്ള മതവിശ്വാസികൾ വലിയ നിലയിൽ പീഡിപ്പിക്കപ്പെടുകയല്ലേ? ഇറാനിൽ, ഇറാഖിൽ, എവിടെയെല്ലാം നമ്മൾ ഒരേ മതവിശ്വാസത്തിൽപ്പെട്ടവർ തന്നെ മതരാഷ്ട്രത്തിനകത്ത് തന്നെ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ വാർത്തകൾ കാണുന്നു. മതരാഷ്ട്രമായതുകൊണ്ട് ആ മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളതൊന്നുമല്ലല്ലോ സന്ദേശം.